രാജ്യത്തെ നടുക്കുന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. എല്ലാവരും കണ്ടു കാണും. ഹമീം മണ്ഡലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആരാണ് ഈ ഹമീം മണ്ഡൽ? നമ്മൾ പറയുന്നു നീറ്റ് പ്രതിഷേധത്തിനകത്ത്, നീറ്റ് പ്രതിഷേധം അയ്യോ പാവം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം മാത്രമാണ് അത്, അതിനകത്ത് വേറെ ഒന്നുമില്ല എന്നൊക്കെ പലരും പറഞ്ഞു അല്ലേ. ഇപ്പം ആ പ്രതിഷേധത്തിനകത്ത് ആക്രമണം നടത്താൻ വേണ്ടി പദ്ധതിയിട്ടിരുന്ന രണ്ടുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ പൗരൻ തന്നെയാണ്, പക്ഷേ പശ്ചിമ ബംഗാളിൽ താമസിക്കുന്നത് ഹമീം മണ്ഡലിൻ്റെ 22 വയസ്സായ കാമുകി അർപ്പിത സർക്കാരിനെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറസ്റ്റ് ചെയ്തത് പശ്ചിമ ബംഗാൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ്, STF ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹമീം മണ്ഡലിനെ. ഇതൊരു ഭീകരനാണ്. ഈ ഹമീം മണ്ഡൽ ഭീകരനാണെന്ന് മനസ്സിലായത് അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാൾക്ക് ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാനിലെ തീവ്ര സംഘടനയുമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഈ എന്ന് പറയുന്ന ഈ സംഘടന? ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനയാണ് ഇത് പാകിസ്ഥാനിലെ. ഈ 2000-ലാണ് മസൂർ അസ്ഹർ ഈ സ്ഥാപിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇന്ത്യയിലുള്ള ആക്രമണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം നടത്തിയിരുന്നത് ഈ ജെയ്ഷെ മുഹമ്മദ് ആണ്. അതേപോലെ 2016 പത്താൻകോട്ട് വ്യോമത്താവള ആക്രമണം, 2019 പുൽവാമ ബോംബാക്രമണം, തീവ്രവാദ സംഘടനകൾ ആക്രമിച്ചു. ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ഇന്ത്യയോട് എന്ന് വെച്ചാൽ ഇന്ത്യ ജമ്മു കാശ്മീർ അവർക്ക് വേണം, ഈ കാശ്മീർ ഇന്ത്യയോട് ചേർത്തതാണ് അവർക്ക് ഏറ്റവും അധികം ദേഷ്യമായി പോയതും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു തീവ്രവാദ സംഘടന രൂപവൽകൃതമായതും. ഇത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്നതും. ആ സംഘടനയിലെ ഒരു ആളാണ് ഈ ഹമീം മണ്ഡൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ പൗരൻ. ആ സംഘടനയിലുമായിട്ട് ഈ ഇന്ത്യൻ പൗരന് ഈ ഹമീം മണ്ഡലിന് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഈ പശ്ചിമ ബംഗാളിൽ വെച്ച് ഹമീം മണ്ഡലിൻ്റെ ഫ്രണ്ട് അർപ്പിത സർക്കാരിനെയും ചോദ്യം ചെയ്തതും അവരെ അറസ്റ്റ് ചെയ്തതും. അപ്പോൾ ഇവരുടെ വേറൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ വധിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. അതുപോലെ കുറേ IPS ഉദ്യോഗസ്ഥരെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു. മന്ത്രിയുടെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. അങ്ങനെ കുറേ പദ്ധതികളായിരുന്നു ഇവരിട്ടിരുന്നത്. അപ്പം ഈ ഒരു കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ജന്തർ മന്ദർ പ്രതിഷേധം, നീറ്റ് ക്രമക്കേടിനെതിരെ CJPയുടെ നേതൃത്വത്തിൽ നടന്ന ആ പ്രതിഷേധത്തിനിടയിൽ ഒരു ആക്രമണം, അതിനിടയിൽ വന്ന് ഒരു ആക്രമണം നടത്താനും നടത്തുന്നത് പോലീസ് യൂണിഫോം ഇട്ട് വരണമെന്നും ഇവർ രണ്ടുപേരുടെയും സ്വകാര്യ ചാറ്റുകൾ സർക്കാർ പോലീസ് കണ്ടെടുത്തു. അന്വേഷണ സംഘം അത് കണ്ടെടുത്തത് കൊണ്ട് തന്നെയാണ് ഇവരിലേക്കുള്ള അന്വേഷണം ഇത്രയധികം ബലപ്പെട്ടതും. അപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ ഇവർ രണ്ടുപേരും എന്ന് വെച്ചാൽ ഈ ഹമീം മണ്ഡലും അർപ്പിത സർക്കാരും സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് ഇന്ന ദിവസം ഈ ജന്തർ മന്ദർ പ്രതിഷേധം നടക്കുന്നതിനിടെ പോലീസ് യൂണിഫോം ഇട്ട് നമുക്ക് അവിടെ കയറണമെന്നും എന്നിട്ട് നമ്മൾ പോലീസാണെന്ന വ്യാജേന അക്രമം അഴിച്ചുവിടണമെന്നും വല്ല ബോംബിടാനും ഒക്കെ ആയിരിക്കും ഇവരുടെ ഉദ്ദേശം, നമുക്കറിയില്ല. അങ്ങനെ ആണ് ഇവരെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇവർക്കത് നടന്നില്ല. പെട്ടെന്ന് ആ സമരം നിൽക്കുകയും ചെയ്തു. ഇവർക്കിതൊന്നും പ്ലാൻ ചെയ്ത പോലെ വർക്കൗട്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് പശ്ചിമ ബംഗാളിൽ പക്ഷേ ഇതിങ്ങനെ ചോദ്യം ചെയ്ത് ഓരോരുത്തരെ നമ്മളിപ്പം പറഞ്ഞല്ലോ, ഈ നീറ്റിൻ്റെ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നും. ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, ഇപ്പം ഇതിനകത്ത് അക്രമികളാണ്, രാജ്യവിരുദ്ധരാണ് ഒരു സൈഡ് മുഴുവൻ വന്നിരിക്കുന്നത്. ആ രാജ്യവിരുദ്ധരിലാണ് ഇപ്പം ഈ ഹമീം മണ്ഡലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ STF അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്തതും കാണും. ഇനി ഇത് മാത്രമല്ല, ഇനിയും കാണും രാജ്യവിരുദ്ധ ശക്തികൾ വേറൊരു ഭാഗത്തുനിന്ന് കണ്ടെടുത്തു. അപ്പം ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ജന്തർ മന്ദർ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ വേദിയാണെന്നറിയാം. അപ്പം ഈ ജനക്കൂട്ടം ഉള്ളിടത്തും അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയും ഒക്കെ ഇതിനിടയിലൂടെ ഒരു അക്രമം നടത്തുകയാണെങ്കിൽ ആരും അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത് കുട്ടികളാണ് ചെയ്തതെന്നും വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ബോംബിടുകയാണെങ്കിലും ഈ അക്രമികളാണ് ഇത് ബോംബിടുന്നതെന്നും ആർക്കും മനസ്സിലാവത്തില്ലല്ലോ. അതും പോലീസ് യൂണിഫോം ഇട്ടല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ ഒക്കെ കുട്ടികൾ അടിച്ചപ്പോൾ തിരിച്ച് എന്തെങ്കിലും ചെയ്യുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ പോലീസ് തന്നെയാണ് എന്നല്ലേ വിചാരിക്കുക.
അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണത്തിന് ഇവർ പ്ലാൻ ചെയ്ത പോലെ ഇവർക്ക് കാര്യം നടക്കാത്തത് കൊണ്ടാണ് ഇപ്പം നടക്കുന്ന ഒരു വാർത്ത വന്നത് ഇവരെ പിടിക്കുന്നത്. പക്ഷെ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘവും ഇവരെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു രാജ്യവിരുദ്ധ ശക്തിയെ നമ്മൾ കണ്ടെത്താൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഇതിങ്ങനെ ഈ പ്രതിഷേധം കഴിഞ്ഞു ഇപ്പം ഇത്ര ദിവസവുമായി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പക്ഷെ ഇപ്പോഴും കേന്ദ്രം ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത്, എന്താണ് രാജ്യവിരുദ്ധ ശക്തികൾ ഇത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ചെയ്തത്, എന്തുകൊണ്ടാണ് ഇപ്പം ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്ന പാർലമെന്റ് ആക്രമണം പോലെ തന്നെ ഇവിടെയും എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് അറിയുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും ആക്രമണം നടത്തിയത് എന്താണ്. അങ്ങനെ രാജ്യം മുഴുവൻ ഇനി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ഇതിൽ വിദ്യാർത്ഥികൾ മാത്രമാണോ ഇത് ചെയ്തിട്ടുള്ളത്, അല്ലാതെ നമ്മൾ കണ്ടതാണ് അവിടെ അഴിഞ്ഞാട്ടങ്ങൾ, എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്. ഇങ്ങനെയാണോ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്? നീറ്റ് ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് ഇങ്ങനെയാണ് ആവരുതല്ലോ. അപ്പം അതിൻ്റെ അകത്ത് വേറെ ആൾക്കാരുണ്ട്, രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം ഇവരുടെ ഡിജിറ്റൽ ആശയവിനിമയത്തിലൂടെയാണ് ഇത് കണ്ടെത്തിയതും. അങ്ങനെ പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ചാറ്റുകളുടെയും ഫോറൻസിക് പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഇവർക്കിത് മനസ്സിലായി. ഹമി മണ്ഡലിൻ്റെ അടുത്ത ഫ്രണ്ടാണത്ര ഈ അർപ്പിത. അപ്പം ഈ ജെയ്ഷെ മുഹമ്മദ്, നമുക്കറിയാം ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ സംഘടന, ജെം എന്ന സംഘടന പാകിസ്ഥാൻ്റെ ഇന്ത്യയിൽ എവിടെ, ഇപ്പം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ മോദി നമ്മുടെ രാജ്യം ഭരിക്കുന്ന സമയത്ത് എങ്ങനെ ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമായിട്ടുള്ള മന്ത്രിമാർക്കും എതിരെ എന്ത് പ്രവർത്തനം നടത്തിയാലാണ് രാജ്യം തകരുന്നതെന്ന് ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മുടെ രാജ്യത്തെ തന്നെ ജനങ്ങളെ അതിനെതിരെ ഇവർ ഉപയോഗിക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഇവർ രാജ്യത്തേക്ക് ആക്രമണം അഴിച്ചുവിടുക. അങ്ങനെ വരുമ്പോൾ ഇവരുടെ നേരെ ആർക്കും ഒരു പ്രശ്നവും വരില്ല, ഇവരാരാണെന്നും ആർക്കും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് ഇവർ കറക്റ്റായിട്ട് ആ ഒരു ആക്രമണം ഇവരഴിച്ചുവിടുക, അതായിരുന്നു ഇവരുടെ തീരുമാനം. അതുകൊണ്ട് ഇത് പാകിസ്ഥാൻ്റെ ഒരു അല്ലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ എന്തെങ്കിലും ഇങ്ങനത്തെയുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെങ്കിലും പാകിസ്ഥാൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ കാണും. പക്ഷെ അത് ഇന്ത്യൻ പൗരൻ തന്നെ ആണെന്ന് അറിഞ്ഞുമ്പോൾ നമുക്കത് വളരെ വളരെ ദയനീയമായിട്ട് തോന്നുകയാണ്. ഇന്ത്യയിലെ പൗരൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാൻ്റെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സംഘടനയുമായി കണക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ തന്നെ ഒറ്റിക്കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു കഷ്ടമായിട്ട് തോന്നുകയും ചെയ്യും. പക്ഷേ ഇവരുടെ പ്ലാനുകൾ ചില്ലറയൊന്നും അല്ലായിരുന്നു. ഇവരുടെ മുഖ്യമന്ത്രിയെ വധിക്കുക, IPS ഉദ്യോഗസ്ഥരെ വധിക്കുക, ഇനി വേറെ ഇവരുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവർ മാത്രമല്ല, ഇവരോട് കണക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പം പറഞ്ഞല്ലോ നമ്മൾ കേരളത്തിൽ തന്നെ മുഹമ്മദ് അനസ്, അയാൾ പറഞ്ഞല്ലോ പാർലമെൻറ്റ്, അയാൾ ഭയങ്കരമായിട്ട് ആ ഒരു ആവേശം കൊള്ളുന്ന കണ്ടതാണ് നമ്മൾ സോഷ്യൽ മീഡിയ, അയാളുടെ ഒരു വ്ളോഗിലൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. കാര്യം ഇന്ത്യയെ തകർക്കുക എങ്ങനെയെങ്കിലും എല്ലാവരും, എന്നിട്ട് അയാൾ ആസ്വദിക്കുകയാണ് ഇന്ത്യ തകരുന്നത് കാണുമ്പോൾ. ഇങ്ങനെയുള്ള മനുഷ്യർ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെ കേന്ദ്ര പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരെയായിട്ട് കണ്ടുപിടിക്കും. എല്ലാവരെയും ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചു കഴിയുമ്പോൾ നീറ്റ് പ്രതിഷേധക്കാർക്കിടയിൽ വിദ്യാർത്ഥികളെക്കാളും കൂടുതൽ ഇങ്ങനെയുള്ളവരായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.